ഞാൻ ദീപ. ഇന്ന് 17 ഏപ്രിൽ ഞങ്ങളുടെ 12ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് എൻ്റെയും ബിജുവിൻ്റെയും. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നുള്ളത്. പറയുകയാണെങ്കിൽ ഒരു ലവ് കം അറേഞ്ച് മാരേജ് എന്ന് പറയാം. ഒരു ലവ് മാരേജ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ ഓഫീസിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിരുന്നു. അപ്പോൾ എന്താണ്, ഓഫീസിൽ വെച്ചാണ് പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറൊന്നും ഇല്ലായിരുന്നു. ഒരേ പ്രോജക്റ്റിലാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു. ബാക്കി എല്ലാവരുമായിട്ടും ഞങ്ങൾ സംസാരിക്കും, പക്ഷെ തമ്മിൽ ഞങ്ങൾ സംസാരിക്കാറില്ലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൂടുതലും SMS വഴിയും. അന്നൊക്കെ SMS-ൻ്റെ കാലമാണ്, വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ SMS വഴിയും കോൾസ് വഴിയും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സംസാരിച്ച് വന്ന വഴിക്കാണ് ഒരു ദിവസം ബിജു ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് അന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഫോൺ വിളിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അന്ന് തന്നെ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അമ്മച്ചി അടുത്ത് പറയുന്നത്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഞാൻ അച്ചച്ചി അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് തന്നെ എനിക്ക് തോന്നുന്നു അച്ചച്ചിയും അമ്മച്ചിയും ബിജുവിനെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ബിജു ഞങ്ങൾ പള്ളി വന്നു. രാവിലെ തന്നെ രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം പള്ളി വന്നു കണ്ടു. അവർക്ക് കുഴപ്പമില്ല. അപ്പം അമ്മച്ചി ആകെ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, എടി ആ പയ്യന് മീശയില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഭാവി വരനെ പറ്റിയുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി മീശ, ചുരുണ്ട മുടി, ഭയങ്കര വണ്ണം, ഇതൊക്കെയാണ്. ബിജു അന്ന് നീർക്കോലി പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും വണ്ണത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല, മീശയില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ എന്തോ എനിക്കിപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത്, എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റൊന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല, എന്തോ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ തീർന്നു. അതിനുശേഷം പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും ഇതിന് മുന്നേ കല്യാണ ആലോചനകളുണ്ടായിരുന്നു എന്ന്. കല്യാണ ആലോചനകളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 വയസ്സ് കഴിഞ്ഞിട്ടും എന്നെ കെട്ടിക്കാനുള്ളൊരു തീരുമാനമൊന്നും അച്ചാച്ചി എടുത്തിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്നെ അങ്ങനെ കെട്ടിച്ചു വിടാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ എന്തോ കുറച്ചൊക്കെ മാട്രിമോണിയൽ സൈറ്റിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് 1-2 ആലോചനകളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വന്നതായിട്ടൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ പെണ്ണുകാണലായിട്ടൊന്നും നടന്നിട്ടില്ല. പെണ്ണുകാണലായിട്ട് ആകെ ഒരെണ്ണമാണ് നടന്നത്. അത് ഇവിടെ കണ്ടുള്ളൊരു ഹോട്ടലിലെ ഒരു മാനേജറായിരുന്നു. അപ്പോൾ പുള്ളി വീട്ടിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും വയ്യ, ഈ എന്തൊന്ന് താലവും പിടിച്ചിട്ട് ഫ്രണ്ടിൽ ചെന്ന് നിന്ന് എനിക്ക് വയ്യ ഈ പരിപാടിക്ക്. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം. അതൊക്കെ ബിജുവായിട്ട് സംസാരിക്കുന്നതിനൊക്കെ തൊട്ട് മുന്നെയാണ്. വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളീനെ ഞങ്ങൾ പള്ളിയിലെ ഓഡിറ്റോറിയത്തിലേക്കാണ് വിളിച്ചത്. ഞാനും അച്ചാച്ചിയും പിന്നെ പുള്ളിയും പുള്ളിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫും അങ്ങനെ കണ്ട വന്നത്. പുള്ളി കാണാനൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ പുള്ളി സംസാരിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളി പറഞ്ഞത്, ദീപയ്ക്ക് ജോലിയുണ്ടോ, ജോലി കുറച്ചും കൂടെ ബെറ്റർ ഒരു ജോലി, ഈ ചെറിയ കമ്പനി പറ്റത്തില്ല, കുറച്ചും കൂടെ മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് ജോലി മാറണം. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് അധികം നാൾ ജീവിച്ചിരുന്നില്ലെങ്കിലോ, ഞാൻ ഉടനെ തന്നെ തട്ടിപ്പോയാലോ, അങ്ങേര് അങ്ങോട്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ അങ്ങേര് ചത്തു പോകുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ച് ഇങ്ങേര് ജീവിക്കാനാണോ അതോ മരിക്കാനാണോ പോകുന്നത്, അതുപോലത്തെ ഡയലോഗ് അങ്ങേര് അടിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു ഇങ്ങേര് ഞാൻ കെട്ടിയ ഉടനെ തന്നെ അങ്ങേര് ആത്മഹത്യ ചെയ്യുന്ന പരിപാടി പറയുന്നത്. അതായത് എന്നെ സെക്യൂർ ആക്കി നിർത്തണം, എന്നിട്ട് അങ്ങേര് മരിക്കാൻ പോവാം. അതുപോലത്തെ പ്ലാനിങ് ഒക്കെ അങ്ങേര് അപ്പം ഇരുന്ന് പറഞ്ഞ, ആ പെണ്ണുകാണലിൻ്റെ സമയത്തിരുന്ന് പറഞ്ഞു. എന്തായാലും ചായ ഒന്നും കൊണ്ടു കൊടുക്കേണ്ടി വന്നില്ല.
അങ്ങേർക്ക് ഓക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു അന്വേഷണം വരുമല്ലോ. നമ്മുടെ സൈഡിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ പയ്യൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പയ്യൻ്റെ ഫാമിലി അത്ര പോരാ എന്ന് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ, കാരണം നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരാകുമ്പം ഓരോ ഇടവകയിലൊക്കെ ഇരുന്നിട്ട് പരിചയമുണ്ടല്ലോ. അപ്പം ഇവര് കൈനകരിയോ അങ്ങനെ ആലപ്പുഴ ആ സൈഡിൽ കൈനകരി ആ ഏരിയയിലുള്ള ആൾക്കാരാണ്. അപ്പം അവിടുത്തെ ഇടവകയിലെ ഇരുന്നൊരച്ഛൻ നമ്മുടെ ഈ ഇടവകയിലുണ്ടായിരുന്നു. അപ്പം ആ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ ഒരു ബന്ധം അങ്ങ് പോവുമായിരുന്നു ചെയ്തത്. അത് അന്നേരം ഇങ്ങനെ ബിജു ആയിട്ടുള്ളൊരു ചെറിയൊരു ഇങ്ങനെ ഒരു സൈഡ് വലിവ് ഇങ്ങനെ എനിക്ക് കിടപ്പുണ്ട്, എങ്കിലും നമുക്കത് ഫിക്സ് ആയിട്ടില്ല. ബിജു ഒന്നും പറഞ്ഞിട്ടുമില്ല, എനിക്ക് നമ്മുടെ മനസ്സിൽ മാത്രം തോന്നുന്നൊരു കാര്യമല്ല. അപ്പോൾ അതിനുശേഷമാണ് ബിജുവിൻ്റെ കാര്യം റെഡി ആവുന്നത്. അപ്പോൾ അച്ചാച്ചിയും അമ്മച്ചിയും പള്ളി വെച്ച് ബിജുവിനെ കണ്ടതിന് ശേഷം പിന്നെ അച്ചാച്ചി പോയിട്ട് ബിജുവിൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരെയും കാണുകയൊക്കെ ചെയ്തു. എന്നിട്ടൊരു ഉറപ്പീരിൻ്റെ ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. എനിക്കൊന്ന് പൂജ ഹോളിഡേയ്സിനാണ് ഉറപ്പീര് നടക്കുന്നത്. അതിനു മുന്നേ ബിജുവിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചായിരുന്നു. അത് ഇവിടെ കുറുമനാട് അടുത്ത് ആണ് പുള്ളിയുടെ വീട്. അപ്പം ബിജുവിൻ്റെയൊക്കെ തന്നെ ഇടവകയിലെ ആളാണ്. അപ്പം അവിടെയാണ് പുള്ളിയുടെ അടക്കം. അപ്പോൾ പുള്ളിയുടെ അടക്കത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ഓഫീസിൽ നിന്ന് അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ അടക്കം കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങളുടെ ഓഫീസിൽ ഉണ്ടായിരുന്ന മിക്കവരും ഏതാണ്ട് കോട്ടയം ആ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അടക്കം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പള്ളിയുടെ അടുത്ത് തന്നെ സെൻറ്റ് ആൻ്റണീസ് കുറുമനാടൻ പള്ളിയുടെ തൊട്ട അടുത്തുണ്ടായിരുന്ന 3 പേരുടെ വീട്ടിൽ ഞങ്ങൾ കയറി. വിനീഷ്, അജു, ബിജു 3 പേരുടെ വീട്ടിൽ കയറി. അന്നേരം ബിജുവിൻ്റെ വീട്ടിലും കയറി. വീടും വീട്ടുകാരും ഒക്കെ കണ്ടിട്ടാണ് ഞാനിങ്ങനെ തിരിച്ചു പോകുന്നത്. അന്നേരം ഒന്നും ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. SMS വഴി സംസാരിക്കും, ഫോൺ വിളിക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം ഞങ്ങൾ സംസാരിക്കുന്നൊന്നുമില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പ്രപ്പോസലും കാര്യമൊക്കെ നടക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് തന്നെ ഉറപ്പീര് അല്ലേ? ഉറപ്പീര് വരാൻ. അപ്പം ഇത് ഈ ഒരു പ്രപ്പോസൽ ടു ഉറപ്പീര് 1 മാസത്തെ ടൈം ഫ്രെയിം. ഇതിനകത്ത് ഞങ്ങളുടെ ഓഫീസിൽ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളത്. ഞങ്ങൾ പറയാൻ പോയില്ല, ആർക്കും മനസ്സിലായതുമില്ല. ഞങ്ങളുടെ 2 പേരുടെയും ഫോണിൽ ഞങ്ങളുടെ പേരുകൾ തന്നെ വേറെ ഡിഫറെൻറ്റ് പേരായിരുന്നു. ഞാൻ എന്താണ് ബിജുവിന് സേവ് ചെയ്തിരുന്നതെന്ന് ഞാൻ മറന്നുപോയി. ബിജു എൻ്റെ പേര് എന്തുകൊണ്ടോ ഇന്ദുന്നോ അങ്ങനെ കണ്ട സേവ് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചുള്ള സംസാരമേ ഉള്ളൂ. സെയിം ഒരു മുറിയിൽ ഞാൻ ഇങ്ങോട്ടും ബിജു അങ്ങോട്ടും ഫേസ് ചെയ്തിട്ടായിരിക്കുന്നത്, തൊട്ടടുത്തടുത്തായിരിക്കുന്നത്. പക്ഷെ സംസാരിക്കത്തില്ല, ഒന്നും മിണ്ടാറില്ല, അങ്ങനെയാണ്. അപ്പം അത് ഉറപ്പീര് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. 26ാമത്തെ ബർത്ത്ഡേ വരുന്നത്. 26ാമത്തെയോ 25ാമത്തെയോ 25ാമത്തെയാണെന്ന് തോന്നുന്നു. 25ാമത്തെ ബർത്ത്ഡേ. അപ്പം 25ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ എല്ലാവർക്കും, അന്ന് എനിക്ക് തോന്നുന്നു 10-40 പേര് ഉണ്ടെന്ന് തോന്നുന്നു ഓഫീസിൽ, എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലഡ്ഡു എന്തുകൊണ്ടാണ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ബിജുവും കൂടെ വന്നിട്ടാണ് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുത്തിട്ടാണ് പറയുന്നത്. ഞങ്ങളുടെ കല്യാണമാണ് ഏപ്രിൽ 17-ാം തീയതി ഞങ്ങളുടെ കല്യാണമാണ് ഫിക്സ് ചെയ്തു എന്ന് പറയുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അപ്പം അപ്പോഴത്തേക്ക് എല്ലാവരും വണ്ടറടിച്ചു പോയി എന്ന് വേണം പറയാൻ. വണ്ടറായിപ്പോയെന്നല്ല, വണ്ടറടിച്ചു പോയി. കാരണം ഒന്ന് വായിക്കാത്ത കമ്പിട്ട് കുത്തിയാൽ പോലും മിണ്ടാത്ത ഒരാളാണ് ബിജു. ഞാനാണെങ്കിൽ ഫുൾ ടൈം ചലവലന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ 2 പേരുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെ സാധ്യമായി എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു ഭയങ്കര ഒരു. അപ്പം ചിലർക്കൊക്കെ ഓൾറെഡി അറിയായിരുന്നു എന്നുള്ള ഇതാണ്. അതായത് ചിലർക്ക് ചില ഹിൻ്റൊക്കെ കിട്ടി. കാരണം നമ്മൾ രണ്ടുപേരും 2 ബാൽക്കണിയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന ഒരേ ടൈമിലാണ്. അതൊക്കെ അവിടെയുള്ള ചില ബുദ്ധിജീവികൾ കണ്ടുപിടിച്ചാണ്. ഒരേ ടൈമിൽ 2 പേര് ഫോൺ എടുത്ത് 2 പോകും, ഒരേപോലെ തിരിച്ചു വരും. അപ്പോൾ അതൊക്കെ ചെറിയ മിസ്റ്റേക്സ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് പറ്റിയതാണ്. പിന്നെ ഈ ഞങ്ങളുടെ ഓഫീസിൽ ബോയ്സിനും ഗേൾസിനും, അതായത് അവർക്ക് ഉള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് തന്നെ കൊടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഓഫീസിൻ്റെ കുറച്ചപ്പുറത്താണ് ഇവരുടെ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ സ്റ്റേ ഒക്കെ.
അപ്പം അവരവിടെ നിന്ന് ഇപ്പോൾ ബിജു രാവിലെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ബിജു ഫോൺ വിളിച്ചിട്ടാണ് വരുന്നത്. ആ ബിജു ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് വരുന്ന സമയത്ത് തന്നെയാണ് അവിടെ നിന്നൊരു ഞങ്ങളുടെ കൂടെ ഒരു ലേഡി സ്റ്റാഫും ഉണ്ട്. അവരും അവിടെ നിന്ന് വരുമ്പോൾ ബിജു ഇങ്ങനെ നടന്നു വരുന്ന കാണാം. അപ്പോൾ ബിജു ഇങ്ങനെ നടന്നു വരുമ്പോൾ ഫോൺ വിളിച്ചിട്ടാണ് വരുന്നത്. ആ ടൈമിൽ ഞാൻ അവിടെ ടെറസിൻ്റെ മാളിൽ നിന്ന് ഫോൺ വിളിക്കും. ഇപ്പോൾ ഈ പുള്ളിക്കാരി ഇത് ഫുള്ളത് കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേ പുള്ളിക്കാരിക്ക് ഡൗട്ട് അടിച്ചെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അങ്ങനെ ചില ഫോൾട്ടുകളല്ലാതെ വേറെ ആരും അറിഞ്ഞിരുന്നില്ല. എന്നാലും ഇവർക്ക് നമ്മളോട് വന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ കല്യാണം ഫിക്സ് ചെയ്തത് അപ്പോഴാണ് പറയുന്നത്, ഒക്ടോബർ ആ ടൈമിലാണ് പറയുന്നത്. പിന്നെ ഏപ്രിൽ മാസത്തിലാണ് കല്യാണം. കാരണം ഏപ്രിൽ 17-ാം തീയതിയാണ് ബിജുവിൻ്റെ പപ്പയുടെ ബർത്ത്ഡേ. അതുകൂടാണ്ട് ബിജുവിൻ്റെ പപ്പയുടെയും മമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് തന്നെയാണ്, ഏപ്രിൽ 17-ന് തന്നെയാണ്. പിന്നെ ബിജുവിൻ്റെ ചേച്ചി UK പോയിട്ട് തിരിച്ചു വരണമായിരുന്നു. പുള്ളിക്കാരിക്ക് ലീവ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഈ 5 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇനി കല്യാണത്തെ പറ്റി എന്താ പറയേണ്ടത്? കല്യാണം ശരിക്കും പറഞ്ഞാൽ മനസ്സ് ചോദ്യം അല്ലെങ്കിൽ മനസ്സമ്മതം നടക്കുന്നത് പെണ്ണിൻ്റെ സൈഡിലാണ്. നമ്മൾ സിറിയൻ കാത്തലിക്സിൻ്റെ ഇടയിൽ അങ്ങനെയാണ് നടക്കുന്നത്. പെണ്ണിൻ്റെ സൈഡിലാണ് മനസ്സമ്മതം നടക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ കല്യാണം നടക്കുന്നത് ചെറുക്കൻ്റെ സൈഡിലാണ്. അപ്പോൾ നമ്മൾ സെൻറ്റ് ആൻ്റണീസ് കുറുമനണം ചർച്ച് അവിടെ വെച്ചിട്ടാണ് കല്യാണം നടന്നത്. പിന്നെ ഇതിനിടയ്ക്ക് കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ രീതിയിലൊന്നും നടന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ രണ്ടുപേരെയും നമ്മുടെ വഴിക്കങ്ങ് വിടുമായിരുന്നു വീട്ടുകാർ. ഈ സ്വർണം എടുക്കുന്നതൊക്കെ നമ്മൾ തന്നെ എടുത്ത്, നമ്മൾ അച്ചച്ചി അമ്മച്ചിയും ഞാനും മാത്രം ചെന്നിട്ടാണ് സ്വർണം എടുത്തത്. പിന്നെ മന്ത്രകോടിയും സെക്കൻഡ് സാരി എന്നൊക്കെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ബിജു ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് എടുക്കുക ചെയ്തത്. അതിന് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ആളൊക്കെ വന്ന് എടുക്കുമോ അല്ലെങ്കിൽ ഇവിടുന്ന് ആൾ പോയി എടുക്കുമോ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ്. അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ തമ്മിൽ ഇല്ലായിരുന്നു. അതെല്ലാം നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോയിട്ട് ബിജുവിൻ്റെ മോതിരം, പിന്നെ മന്ത്രകോടി, സെക്കൻഡ് സാരി, അതെല്ലാം നമ്മൾ തന്നെ ഇവിടെ പോയിട്ട് എനിക്കൊന്ന് ആലപ്പാട്ടോ അവിടെ എങ്ങാണ്ട് പോയിട്ടാണ് എടുത്തത്. അത് ഞാനും ബിജുവും തന്നെ. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ പോയി എടുത്തോണ്ട് തന്നെ അതിന് കാണാനുണ്ട്. നോർമലി ഒരു മന്ത്രകോടിക്ക് എടുക്കുന്നൊരു കളറല്ല ഞാൻ എടുത്തത്. ബോറായി പോയെന്ന് വേണം പറയാനായിട്ട്. പിന്നെ കല്യാണ സാരി ഞാനും അമ്മച്ചിയും അച്ചാച്ചിയും എല്ലാവരും കൂടെ പോയി എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ബന്ധുക്കൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പിന്നെ ബിജുവിൻ്റെ കൂടെ മന്ത്രകോടി എടുക്കാൻ പോയ സമയത്ത് വേറൊരു സാരി എടുത്തു. എന്നിട്ടും അത് ഇഷ്ടപ്പെട്ടില്ല. മൊത്തത്തിൽ സാരി എടുത്തൊന്നും ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ സാരി ഒന്നും ഉടുത്ത് വലിയ പരിചയം അത്രയ്ക്ക് അങ്ങോട്ട് അതിനെ പറ്റിയിട്ടൊന്നും അറിയാത്തതുകൊണ്ട് അതൊന്നും അങ്ങോട്ട് ശരിയായില്ല. പിന്നെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മേക്കപ്പും കാര്യമൊന്നും അധികമൊന്നും ചെയ്യാണ്ടാണ് ഓരോ ഫംഗ്ഷന് ഞാൻ പോയിരുന്നത്. മനസ്സമ്മതത്തിന് ഞാൻ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പിരിച്ചു കെട്ടി ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷെ മുഖത്ത് ഞാൻ കാര്യമായിട്ട് ഒരു മേക്കപ്പും ചെയ്തൊന്നുമില്ല. കണ്ണെഴുതുക മാത്രമേ ചെയ്തുള്ളൂ. എനിക്ക് ഐലൈനർ ഇടാൻ മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഈ കണ്ണെഴുതുന്ന പരിപാടി അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ എനിക്കൊന്ന് ലിപ്സ്റ്റിക്ക് കിട്ടാൻ തോന്നുന്നു, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ പിന്നെ ഒരു ലിക്വിഡ് മേക്കപ്പിൽ ലിക്വിഡ് ഫൗണ്ടേഷൻ അത് എങ്ങാണ്ടാണ് യൂസ് ചെയ്ത്. അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. വേറെ ആരെയും ഞാനൊട്ട് തൊടിക്കത്തുമില്ല. അപ്പം അങ്ങനെ മനസ്സമ്മതം കഴിഞ്ഞു. പിന്നെ കല്യാണത്തിൻ്റെ തലേന്ന് ഒത്തിരി എടുത്ത് സ്തുതി കൊടുക്കാനൊക്കെ പോകണം. അപ്പം ആലപ്പുഴ, ചങ്ങനാശ്ശേരി എല്ലായിടം പോയി സ്തുതിയൊക്കെ കൊടുത്ത് തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്കും ആകെ വർഷം കെട്ടുമെന്ന് പറയാം. അപ്പം ആകെ കോലം കെട്ട് കറുത്തിരുണ്ട് കരിക്കട്ട പരുവത്തിലായി. പിന്നെ ചെറുതായിട്ട് ഫേഷ്യലിൻ്റെ കിറ്റൊക്കെ വാങ്ങിച്ച് തന്നെ ഫേഷ്യലൊക്കെ ചെയ്തു. പിന്നെ മുടിയാണേലും പിന്നെ മേക്കപ്പ് ആണേലും തന്നെയാണ് ചെയ്തത്. അതിൻ്റെ പോരായ്മ കാണാനുണ്ട്. എങ്കിലും അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഒരു ദിവസത്തെ പരിപാടിയാണ്. പിന്നീട് എത്ര നാൾ കഴിഞ്ഞാലും നമ്മളിതിപ്പം മറന്നു. ഞാനിപ്പോൾ ഈ 12 വർഷം കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ മറന്നു.
അപ്പം ഇപ്പം ഈ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആ പഴയ CD ഒക്കെ എടുത്തിട്ട് നോക്കിയപ്പോഴാണ് ഓക്കെ ഓർക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ പരിപാടി എന്നുള്ളത്. അതൊരു സ്പെഷ്യൽ ഡേ എന്നൊക്കെ പറയാം, എങ്കിലും അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു അലച്ചിൽ വരെ കാണത്തില്ല. നേരെ ചെറിയ ഉച്ചയ്ക്കത്തെ ഫുഡ് പോലും കഴിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ചെറുക്കൻ്റെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ എല്ലാവരും വന്ന് തിരിച്ചു പോവാണ്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് തിരിച്ച് ട്രിവാൻഡ്രത്ത് വരേണ്ടതുണ്ടായിരുന്നു. കാരണം അച്ചാച്ചിയുടെ ആൾക്കാരെല്ലാം, അച്ചാച്ചിയുടെ ഓഫീസിലെ ആൾക്കാരെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട്, കല്യാണം കൂടാൻ പറ്റാത്തവരുണ്ടല്ലോ, ചങ്ങനാശ്ശേരി വരെ വരാൻ പറ്റാത്തവരുണ്ടല്ലോ, അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടൊരു റിസപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 17-ാം തീയതി കല്യാണമെങ്കിൽ 20-ാം തീയതി റിസപ്ഷൻ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ 20-ാം തീയതി രാവിലെ നമ്മളിങ്ങനെ തിരിച്ചു പോന്നു. 20-ാം തീയതി വൈകിട്ട് റിസപ്ഷനായിരുന്നു. അപ്പം അതാണ് കല്യാണം. അപ്പം കല്യാണം ബിജു 2007-ലാണ് ഓഫീസിലേക്ക് വന്നതെങ്കിൽ 2000 നമ്മുടെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ബിജുവിന് വേറെ ജോലി കിട്ടി, വേറെ ഓഫീസിൽ. ബിജു ഓരോ ഓഫീസിലും ഒരു 1.5 വർഷത്തിൽ കൂടുതൽ നിൽക്കില്ല, അങ്ങനെ ആയിരുന്നു ബിജു. അപ്പം അവിടെയും ഞാനെപ്പോഴും പറയും, എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഓഫീസിൽ വന്നു, കല്യാണം കഴിഞ്ഞു, ബിജു അവിടുന്ന് വേറെ ഓഫീസിൽ പോയി. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ കല്യാണത്തിൻ്റെ കഥ പറയാനായിട്ട്. ഞാനൊട്ടും പ്രിപ്പയർഡായിട്ട് ചെയ്തൊരു വീഡിയോ അല്ല, അതുകൊണ്ട് തന്നെ ഇച്ചിരി ലെങ്തി ആയി പോയി കാണും, നിങ്ങൾ ക്ഷമിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം.